Hi dears, welcome to ACS online class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? 3 എന്ന നമ്പർ ഉപയോഗിച്ച് മറ്റ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 എന്ന നമ്പറാണ്. 4 എന്ന നമ്പർ ഉപയോഗിച്ച് മറ്റ് നമ്പേഴ്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നതാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 128. ഓക്കേ. Show jumps with 4 steps. അപ്പൊ നമ്മുടെ താറു ഫ്രോഗ് അല്ലെ, താറു ഫ്രോഗ് ആദ്യം 127 പേജില് 3 സ്റ്റെപ്സ് ഇടവിട്ടാണ് ചാടി ചാടി കളിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇന്ന് താറു ചാടാൻ പോകുന്നത് 4 സ്റ്റെപ്പ് ഇടവിട്ടാണ്. ഓക്കെ, 4 നമ്പേഴ്സിന്റെ ഗ്യാപ്പ് ഇട്ടാണ് ഈ പാതയിലൂടെ നമ്മുടെ താറു ഫ്രോഗ് ചാടി കളിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ ചാട്ടം 0-ൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കണം? 4ാമത്തെ സ്റ്റെപ്പിലോട്ടായിരിക്കണം അല്ലെ. ഫസ്റ്റ് ചാട്ടം 1 into 4 എന്നായിരിക്കും അല്ലെ. സെക്കൻഡ് ചാട്ടം എന്താണ്? 1 into 4 ആൻസർ എന്താണ്? 4 തന്നെയാണ്. സെക്കൻഡ് ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? 2 into 4 എന്താണ്? 8 അല്ലെ. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചാട്ടം 4 എന്ന നമ്പറിലോട്ടാണ്. രണ്ടാമത്തെ ചാട്ടം 8ലോട്ടാണ്. ഇനി മൂന്നാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? 3 into 4. 4ന്റെ ടേബിൾസ് പറഞ്ഞേ. 3 4s are 12 അല്ലെ. നാലാമത്തെ ചാട്ടമോ 16 അല്ലെ. നാലാമത്തെ ചാട്ടം 16 എന്ന നമ്പറിലോട്ടാണ്. ഇനി അഞ്ചാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? 5 4s are 20 അല്ലെ. അഞ്ചാമത്തെ ചാട്ടം 20 എന്ന് കാണുന്ന ആ നമ്പറിലോട്ടാണ്. ഇനി 20-ൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും അടുത്ത ചാട്ടം? അടുത്ത നാലാമത്തെ നമ്പറായ 24 ആയിരിക്കും അല്ലെ. അതായത് ആറാമത്തെ ചാട്ടം 24 എന്ന നമ്പറിലോട്ടായിരിക്കും അല്ലെ. ഇനി ഏഴാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? 7 into 4. 7 4s are 28 അല്ലെ. ഏഴാമത്തെ ചാട്ടം 28 എന്ന നമ്പറിലോട്ടാണ് അല്ലെ. 24-ൽ നിന്ന് നാലാമത്തെ നമ്പറായ 28ലോട്ടാണ്. ഇനി എട്ടാമത്തെയോ? 8 4s are 32. ഇനി ഒൻപതാമത്തെ ചാട്ടമോ എന്തായിരിക്കും? 36. പത്താമത്തെ ചാട്ടം എങ്ങോട്ടേക്കാണ്? 40 എന്ന് കാണുന്ന നമ്പറിലോട്ടാണ്. ഇനി 11ാമത്തെ ചാട്ടം. 10 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ എല്ലാവരും കാണാതെ അറിയാവുന്നത് കൊണ്ട് സുഗമമായിട്ട് പറയാൻ സാധിക്കും അല്ലെ. ഇനി 11ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കാണ്? 11 into 4ലോട്ടാണ് അല്ലെ. 11 into 4. 11 into 4 എങ്ങനെ ചെയ്യാം? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ 11 എന്ന് എഴുതി into 4 എന്ന് എഴുതി. ടെൻസ് ഉണ്ട്, വൺസ് ഉണ്ട് അല്ലെ. വൺസിന്റെ സ്ഥാനത്തുള്ള നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 1 into 4 4 തന്നെയാണ്. ഇനി ടെൻസിന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 4 എന്താണ്? 4 തന്നെയാണ്. അപ്പൊ 11ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കാണ്? 44 എന്ന നമ്പറിലോട്ട്. ഇനി 12ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? 12 into 4ലോട്ടാണ് അല്ലെ. 12 into 4 ചെയ്ത് നോക്കാം. 12 into 4 ചെയ്ത് നോക്കാം. 12 into 4 ചെയ്യാൻ പോവാണ്. വൺസിന്റെ സ്ഥാനത്തുള്ള നമ്പറുമായിട്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 into 4. 4 2s are 8 അല്ലെ. പെട്ടെന്ന് പറയാൻ സാധിക്കണം. ഇതൊക്കെ സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾസ് കാണാപ്പാടെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ 4 into 2 എന്താണ്? 8 ആണ്. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഏത് നമ്പറാണുള്ളത്? 1 ആണ് അല്ലെ. അപ്പൊ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 4 4. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 48 എന്ന് കിട്ടി അല്ലെ. 12ാമത്തെ ചാട്ടം 48 എന്ന നമ്പറിലോട്ടാണ്. ഇനി 13ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? 13 into 4 ചെയ്ത് നോക്കാം. 13 into 4. ഓക്കെ, 13 into 4. അപ്പൊ വൺസിന്റെ സ്ഥാനത്ത് 3 ആണ്. 3 into 4 ചെയ്താൽ 3 4s are 12 അല്ലെ. 3 4s are 12 ആണ്. 12 എന്നുള്ളത് 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ വൺസിന്റെ സ്ഥാനത്തുള്ളത് 2 ആണ്. ആ 2 മാത്രം നമുക്ക് ഇവിടെ വൺസിന്റെ കൂടെ എഴുതി കൊടുക്കാം. ഇനി ഈ 1 എവിടെ എഴുതും? ടെൻസിന്റെ കൂടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി ഒരു 1 ഉണ്ട് അല്ലെ. 13ന്റെ 1 ഉണ്ട്. ആ 1ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേക്ക്. 1 4s are 4 അല്ലെ. 4 ആണ്. കിട്ടിയ ഉത്തരം എന്താണ്? 4. ഇനി ആ 4നെ ആ ക്യാരി ഈ 12ന്റെ കൂടെയുള്ള 1നെ നമ്മൾ മുകളിൽ എഴുതിയില്ലേ,
അതുകൊണ്ട് ആഡ് ചെയ്യാം, പ്ലസ് ചെയ്യാം, അതാണ് മെത്തേഡ്. ഓക്കെ, പ്ലസ് ചെയ്യാം. അപ്പൊ 4 എന്ന ഉത്തരം 1 into 4 ആൻസർ 4 ആണ്. ആ 4നെ ഈ മുകളിലുള്ള ആ കുഞ്ഞ 1ഉമായിട്ട് ആഡ് ചെയ്യുവാണ്. 1 + 4 5 ആണ് അല്ലേ, 5 ആണ്. അപ്പോൾ 13ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരുന്നു? 52 എന്ന നമ്പറിലോട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം 14ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? ചെയ്ത് നോക്കാം. 14 into 4 എങ്ങനെ ചെയ്യാം? 4 4s are 16 ആണ് അല്ലെ, 4 4s are 16 ആണ്. 16ലെ 6 മാത്രം എഴുതി ക്യാരി 1 മുകളിൽ കൊടുത്തു. ഇനി 1 into 4 എന്താണ്? 4 ആണ്. ആ കിട്ടിയ ഉത്തരമായ 4നെ +1 മുകളിലുള്ള കുഞ്ഞു 1ഉമായിട്ട് ആഡ് ചെയ്ത് ഉത്തരം എന്ത് കിട്ടി? 56 എന്ന് കിട്ടി. ഓക്കെ, 14ാമത്തെ ചാട്ടം 56 എന്ന നമ്പറിലോട്ടാണ്. ഇനി 15ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരിക്കും? ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. 1 മുതൽ 15 വരെയുള്ളതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. ഈ വർക്കിംഗ്സും സൈഡിൽ ഉണ്ടാവണം. 11 മുതലുള്ള വർക്കിംഗ്സ് എല്ലാം നോട്ട്ബുക്കിന്റെ സൈഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ എഴുതുക. ജംപ്, ഷോ ജംപ് വിത്ത് 4 steps എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. 11 മുതൽ 15 വരെയുള്ളതിന് വർക്കിംഗ്സും എല്ലാം സൈഡിൽ ഉണ്ടായിരിക്കണം. 1 മുതൽ 10 വരെയുള്ളതിന്റെ വർക്കിംഗ്സ് ആവശ്യമില്ല, അത് എഴുതിയിട്ടുണ്ടാവണം. പക്ഷെ 11 മുതൽ 15 വരെയുള്ളതിന്റെ എല്ലാം വർക്കിംഗ്സും ഉൾപ്പെടെ എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കണം. 15 into 4 ചെയ്ത് നോക്കാം. 15 into 4 ചെയ്യാൻ പോവാണേ. 1ന്റെ സ്ഥാനത്ത് 5 ആണ്. 5 into 4 ഉത്തരം എന്ത് കിട്ടി? 20 കിട്ടി. 20യിലെ 0 മാത്രം ഇവിടെ എഴുതി ക്യാരി 2 മുകളിൽ കൊടുത്തു. 1ന്റെ 10ന്റെ സ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 10ന്റെ സ്ഥാനത്ത് ഓൾറെഡി 1 ഉണ്ട്. 1 into 4 എന്താണ് ഉത്തരം? 4 ആണ്. അപ്പൊ കിട്ടിയ ഉത്തരം 4 ആണ്. 4നെ ഈ 2 കൊണ്ട് ആഡ് ചെയ്യാം. 4 + 2 എന്താണ്? 6. അപ്പോ 15ാമത്തെ ചാട്ടം എങ്ങോട്ടേക്കായിരുന്നു? 60 എന്ന നമ്പറിലോട്ടായിരുന്നു 15ാമത്തെ ചാട്ടം അല്ലെ. അങ്ങനെയെങ്കിൽ ടെക്സ്റ്റ് ബുക്കില് 15ാമത്തെ 15 into 4 വരെയുള്ളതേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. മിസ് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് എക്സാമിന് മിസ് ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. താറു ഇങ്ങനെ 4 സ്റ്റെപ്സ്, താറു എന്ന ഫ്രോക്ക് 4 സ്റ്റെപ്സ് ഇടവിട്ട് ചാടി ചാടി കളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ താറുവിന്റെ 23ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കായിരിക്കും? ഏത് നമ്പറിലോട്ടാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എങ്ങനെ ചെയ്യും? 23 into 4 അല്ലെ. 23ാമത്തെ ചാട്ടം 4 സ്റ്റെപ്സ് ഇടവിട്ട് ചാടുന്ന താറുവിന്റെ 23ാമത്തെ ചാട്ടം ഏത് നമ്പറിലോട്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 23 into 4. ഉത്തരം കഴിഞ്ഞോ? ഇല്ല, ആ നമ്പർ എന്താന്ന് കണ്ടുപിടിക്കണം അല്ലെ. 23 into 4 ചെയ്ത് നോക്കണം. 23 into 4 എങ്ങനെ ചെയ്യാം? 23 into 4. ഓക്കെ, 10s ഉണ്ട്, 1s ഉണ്ട്. ഓക്കെ, 10s ഉണ്ട്, 1s ഉണ്ട്. 23 into 4 ചെയ്യാൻ പോവാണ്. 10ന്റെ സ്ഥാനത്ത് 2ഉം 1ന്റെ സ്ഥാനത്ത് എന്താണ്? 3ഉമാണ്. ഓക്കെ, അപ്പോൾ 1ന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4 3 4s എന്താണ്? 3 4s 12 ആണ് അല്ലെ. 3 4s 12 ആണ്. ആ 12ലെ 2 മാത്രം എഴുതി ക്യാരി 1 മുകളിൽ 10ന്റെ കൂടെ ഉള്ള നമ്പറിന് കൊടുത്തു. ഓക്കെ, 12 എന്ന നമ്പറിന് 2 മാത്രം 1ന്റെ കൂടെ എഴുതി ക്യാരി 1 എന്താണ്? ഈ കൂടെയുള്ള 10ന്റെ സ്ഥാനത്തുള്ള ഈ 1 10ന്റെ സ്ഥാനത്തുള്ള നമ്പറുമായിട്ട് മുകളിൽ കൊടുത്തു. ഓക്കെ, ഇനി 10ന്റെ സ്ഥാനത്ത് ഓൾറെഡി 2 ഉണ്ട്. അപ്പൊ ആ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 4 എന്താണ്? 4 2s 8 ആണ് അല്ലെ. 8 അല്ലേ? അതെ, 8 ആണ്. അപ്പോ ഇനി എന്ത് ചെയ്യണം? 8 + 1 ചെയ്യണം. ആ മുകളിൽ കൊടുത്ത കുഞ്ഞു 1 അല്ലെ, ക്യാരി 1. 8 + 1 എന്താണ്? 9 ആണ്. അപ്പൊ താറുവിന്റെ 23ാമത്തെ ചാട്ടം 4 സ്റ്റെപ്സ് ഇടവിട്ട് ചാടുന്ന താറുവിന്റെ 23ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 92 എന്ന നമ്പറിലോട്ടാണ് അല്ലെ. 92 എന്ന നമ്പറിലോട്ടാണ്. ഓക്കെ, 92 എന്ന നമ്പറിലോട്ടാണ്. അങ്ങനെയെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഈ താറുവിന്റെ 31ാമത്തെ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, 31st ജംപ്
ഈ താറുവിന്റെ നാലാമത്തെ ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ, സൈഡിൽ വർക്കിംഗ്സ് എഴുതിക്കോളൂ. ഇനി ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുക 31x4. ഈ താറുവിന്റെ 31ാമത്തെ ചാട്ടം ഏത് നമ്പറിലോട്ടാണ്? എങ്ങനെ ചെയ്യും? 31x4 എന്ന് ഇക്വേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. എന്നിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. മിസ് നോട്ട്ബുക്കിൽ തന്നെ ചെയ്യുക. വർക്കിംഗ്സ് സൈഡിൽ ഉണ്ടാവണം. എന്നിട്ട് ആ നോട്ട്ബുക്ക് ഇത്രയും എഴുതിയ ആ നോട്ട്ബുക്കിന്റെ പേജ് മിസ് ഫോട്ടോ എടുത്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ഹോംവർക്ക്സ് ആണ് നോട്ട്ബുക്കിൽ എഴുതാനുള്ളതാണ്. ഇനി സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. താറുവിന്റെ 31ാമത്തെ ചാട്ടം ഏത് നമ്പറിലോട്ടാണ്? അതായത് 31x4 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുക, മിസ്സിന് ആൻസർ സെൻഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ ഇതിനോടകം കുറച്ചൊക്കെ പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിപ്പോ നമ്മൾ 3 എന്ന നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു, 4 എന്ന നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ നമുക്ക് എല്ലാ നമ്പേഴ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും, മറ്റു നമ്പേഴ്സിനെയല്ല. 2 എന്ന നമ്പർ ഉപയോഗിച്ച് മറ്റു നമ്പേഴ്സിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഉപയോഗിച്ച് ചെയ്യാം, 4 ഉപയോഗിച്ച് ചെയ്യാം, 5 ഉപയോഗിച്ച് ചെയ്യാം, 6 ഉപയോഗിച്ച് ചെയ്യാം, 7 ഉപയോഗിച്ച് ചെയ്യാം, 8, 9, 10 അങ്ങനെ 11, 12 അങ്ങനെ എത്ര വലിയ നമ്പേഴ്സ് ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ 2 ക്ലാസ്സുകളിലായിട്ട് 3 ഉപയോഗിച്ച് ചെയ്യാനും 4 ഉപയോഗിച്ച് ചെയ്യാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ഇതുപോലെ അടുത്ത ക്ലാസ്സിന് 7 എന്ന നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു 3 ക്ലാസ്സോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ മറ്റ് നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അതോടുകൂടി നമ്മൾ മൾട്ടിപ്ലൈ എന്ന ആ ഒരു പഠിപ്പിക്കുന്നതിന്റെ ആ ഒരു കാര്യം ഏതാണ്ടൊക്കെ കഴിയും. പിന്നെ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എല്ലാവരും ടേബിൾസ് കാണാതെ പഠിച്ചിരിക്കുക, നിർബന്ധമായും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.